What is this? Guide, please come. Madam, I am coming. എന്താടോ ഇത്? രണ്ട് ടി വി ഇവിടെ വെച്ചിട്ട് രണ്ട് പേര്. മാഡം, ഞാനും കണ്ട ദൂരെ നിന്ന് നോക്കിയപ്പോഴേ നീ അടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഒന്നും കാണുന്നില്ല. എനിക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നി. ഇവിടെ ടി വി അതിന് ഫിറ്റ് ചെയ്ത പോലെ എനിക്കും തോന്നിയത്. സോറി മാഡം, ഐ വിൽ മാനേജ്. ഓക്കെ യുവർ കൺട്രി. അയ്യോ, ബാക്കിയൊന്നും പറയല്ലേ മാഡം, ഞാനെന്ത് തെറ്റിയാരാ? കം. മാഡത്തിന് ഞാൻ വാട്ടർഫോൾസ് കൊണ്ട് കാണിച്ചു തരാം. ഓക്കെ. ഇവിടെ ആരാ സായിപ്പും മതാമയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ പറമ്പേ അവർക്ക് കാര്യം. എന്താ അമ്മേ, എന്തോ നോക്കിക്കുന്നേ? അല്ലാണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സായിപ്പും മതാമേ വന്ന് നിൽക്കുന്നുണ്ട് നമ്മുടെ പറമ്പിൽ. അവർക്കെന്ത് ഇവിടെ കാര്യം? ഇവിടെ അടുത്തല്ലേ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ. അവരവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കും. എന്നാലും മറ്റുള്ളവരുടെ പറമ്പിലാണോ അവർ വിസിറ്റ് നടത്തുന്നത്? അത് ശരിയാ, നമ്മുടെ പറമ്പിൽ കയറുമ്പോൾ ചോദിച്ചിട്ട് കയറേണ്ടതാ. പിന്നെ അവരങ്ങ് പോയല്ലേ, ഇവിടെ നിപ്പില്ലല്ലോ. അപ്പം അതിൻ്റെ ഒരു കയറ്റ് കെട്ടാൻ അവനോട് എത്ര നാളോട് പറയുക മധുനോട്? ചേട്ടനോട് ഞാനും പറയാം. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നീ എന്താ പറയുന്നത്? എനിക്ക് കുട്ടുപോന്റെ ആഗ്രഹമായിട്ട് മരച്ചോട്ടി പോയിരുന്നു കളിക്കാന്നുള്ളത്. അത് തന്നെയല്ലേ തന്നെ ഇപ്പൊ ഇവിടെ കഴിഞ്ഞ് വെയിലാകും. ഇവിടെ നിന്ന് കളിച്ചാൽ ശരിയാവത്തില്ല. വാ, നമുക്ക് അവിടെ തന്നെ പോവാം. അവിടെ ആകുമ്പോൾ ഒതുങ്ങിയ സ്ഥലമാണ്. ഓടി പാടിയതോ അവിടെ നിൽക്കുന്നേ അവര്. അയ്യോ അമ്മ, നമ്മളെ വഴക്ക് പറയുന്നത് നമ്മളോട് എന്താ കുഴപ്പമെന്താ? എന്താ അമ്മ, ഞങ്ങൾ കളിക്കാൻ പോട്ടെ അമ്മ, എന്താ കുഴപ്പമാണ്? അതിന് നിങ്ങൾ ആരും വല്ലതും പറഞ്ഞോ? യോ, നിങ്ങളെയൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ശാരദ, നീ ഇങ്ങോട്ട് പെട്ടെന്ന് വന്നേ. അമ്മ വരുന്നു. എന്താണ് സംഭവം? നമ്മളെങ്കിൽ നട്ടുച്ചയ്ക്ക് കളിക്കാൻ ഇറങ്ങിയതായിരിക്കും. വെയിലുള്ളുമ്പോഴായിരിക്കും നമ്മളെ വഴക്ക് പറയാൻ പോകുന്നത്. അതിന് വലിയ വെയിലൊന്നും ഇല്ലല്ലേ അമ്മമ്മയ്ക്ക് എന്താ നമ്മൾ കളിക്കുന്നതിന്? എന്താ കാര്യം? അമ്മ, എനിക്ക് കളിക്കണം സാറ്റുകളി. അതിനെന്താണോ മക്കള് പോയി കളിക്ക്. എന്താ അമ്മ വിളിച്ചിട്ട് കാര്യം പറ. എടി, ഞാൻ പറഞ്ഞില്ല ഒരു സായിപ്പ് മതാമേ വന്നു നമ്മുടെ പറമ്പില്. അവരവിടെ നിൽക്കുന്നേ, അങ്ങോട്ട് നോക്കിക്കേ. എവിടെ? ശരിയാന്നല്ലോ. കുറെ നേരമായിട്ട് അവര് നമ്മുടെ ഈ ഭാഗത്തൊക്കെ അവിടെ ചുറ്റി കറങ്ങുക. എന്തോ കാര്യം നീ ഒന്ന് വിളിച്ചു ചോദിച്ചേ. ഓയ് കേൾക്കുന്നില്ല, ഞാൻ അങ്ങോട്ട് പോയി ചോദിക്കട്ടെ. ഹലോ, ഇങ്ങോട്ട് വന്നേ. നമ്മളെയാണോ? ഞങ്ങളെയാണോ? മലയാളം പറയുന്ന സായിപ്പൊന്നും അല്ലല്ലോ അത്. അവരെ കുറെ നേരം കൊണ്ട് നമ്മുടെ പറമ്പിലൊക്കെ ചുറ്റി കറങ്ങും. അതാ ചോദിക്കട്ടെ. വരുന്നുണ്ട്. മതാമയുടെ ഒരു ഡ്രസ്സും. വാട്ട് ഹാപ്പൻ? അമ്മ ചോദിക്കമ്മേ. ഓടി, എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല, നീ ചോദിക്കേ. വൈ ഫോർ യു ചുറ്റിക്കറങ്ങി ഹിയർ ആൻഡ് വാട്ട് ഹാപ്പൻഡ് ദിസ് വൈ എന്തിനാ ചുറ്റിക്കറങ്ങിയേ? What are you saying? സോറി മാഡം, എന്താ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഞാൻ ഇവിടെ ഗൈഡാ. ഓ, മതാമയുടെ ഗൈഡായിരുന്നു. ഞാൻ വിളിച്ചിട്ട് ഇത് സായിപ്പായിരിക്കും. എന്നെ എന്താ കാര്യം പറഞ്ഞില്ല? അല്ല, നിങ്ങളാണെങ്കിലേ കുറെ നേരം മുമ്പ് ഞങ്ങളുടെ പറമ്പിൽ വന്നിട്ട് ഈ ചുറ്റിക്കറങ്ങി ഇങ്ങനെ അമ്മ പറയുന്നത് കേട്ട്. അതാ ചോദിച്ചത്. ഞങ്ങളുടെ പറമ്പായിരുന്നത്. അല്ല, നിങ്ങൾ ഈ കണ്ടവരുടെ പറമ്പിലൊക്കെ ചെന്ന് കയറുമ്പോഴത്തേക്ക് അവരോട് ചോദിച്ചിട്ട് വേണ്ട ചെന്ന് കയറാൻ. അല്ലാതെ ചുമ്മാ തന്ന് തുറസായിട്ട് കിടക്കുന്നിടത്ത് ചെന്ന് കയറിയേക്ക് വന്നോ? വാട്ട്? സോറി മാഡം, നിങ്ങളുടെ പറമ്പ് അതിവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? ഞങ്ങൾ അറിഞ്ഞില്ല. അവിടെ പറമ്പ് കണ്ട് അവിടെ കയറി. അതെന്തൊരു വർത്താനോ? പറമ്പ് കണ്ടു കഴിഞ്ഞാൽ എഴുതി വെക്കണോ? അത് കണ്ടറിയത്തില്ല. അവിടെ മതിലൊക്കെ കെട്ടിയിരിക്കുന്നത്. അവിടെ ഗേറ്റിലെന്നല്ലേ ഉള്ളൂ. കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാലോ അത് പറമ്പാണെന്ന്. നിങ്ങൾ ഇതിന് ഇതിന് അവിടെ വന്ന് കയറിയത്? നിങ്ങൾ ഗൈഡായിട്ട് നിങ്ങൾ ഈ ടൂറിസ്റ്റ് പ്ലേസിൽ കൊണ്ടുപോകുന്നവർ നിങ്ങൾ ഇതിന് അവരെ ഞങ്ങളെവിടെ കൊണ്ടുവന്ന് വിളിച്ച്? ഇപ്പോൾ ഉള്ള ഒറ്റ വിശ്വസിക്കാൻ പറ്റത്തില്ല. വാർത്തകളൊക്കെ കണ്ടു നോക്കണം. ഞങ്ങൾ അവിടെ ചെന്ന് കയറി, അറിയാതെ. അതിപ്പോ ഞങ്ങളിപ്പോ എന്താ ചെയ്യണ്ടേ? മോമണ്ടല്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ചുമ്മാ അത് കണ്ടവർ പറമ്പിലൊക്കെ ചെന്ന് കയറുമ്പോഴത്തേക്ക് എന്തൊരു ഭവിഷ്യത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിന് ഉത്തരം പറയേണ്ടി വരുന്നത് അറിയാവോ? ഒന്നും അറിയാതെ നിങ്ങളുടെ പറമ്പിലൊന്ന് കയറിപ്പോയി. ഇനിയിപ്പോ എന്തോ ഞങ്ങൾ ചെയ്യണ്ടേ? പറമ്പ്? ദാറ്റ് ഈസ് പറമ്പ്? അതല്ല, അവിടെ ആയി കുറെ ടി വി ഫിറ്റ് ചെയ്ത്. അവനെല്ലാം കുളമാക്കും. എന്താ ഭാഷ? നീ എന്തൊക്കെയാണ് അവര് പറയുന്നേ? കുട്ടുമോനെ നിന്നോട് മിണ്ടായിരിക്കാൻ പറഞ്ഞേട്ടോ. ഫാമിലിയോട് എത്രക്കാരാന്ന് മനസ്സിലായി. കൊച്ചു വരെ കിടന്ന് പറയുന്ന കുറച്ചില്ല കേട്ടോ. അല്ല, നിങ്ങൾ എന്തോന്ന് പറഞ്ഞത്? ടി വി ഫിറ്റ് ചെയ്ത് വെച്ചെന്ന് എന്തോ പറഞ്ഞു? മനസ്സിലായില്ല. അതെ, നിങ്ങളുടെ പറമ്പിൽ ഞങ്ങളൊന്നും അറിയാതെ കയറിപ്പോയി. പക്ഷെ നിങ്ങളുടെ പറമ്പിലെ രണ്ട് ടി വി ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എന്തായാലും ഞങ്ങൾ കണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളവിടെ നമ്മളിപ്പോൾ അവിടെ ടി വി ഉണ്ടായിരുന്നു. ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത്? വല്ലതൊക്കെ കൊണ്ട് അവിടെ വെച്ചിട്ടായിരിക്കും പറയുന്നത് നമ്മൾ കൊണ്ട് ഫിറ്റ് ചെയ്യുന്നൊക്കെ. ശരി, നിങ്ങൾ പോവാൻ നോക്ക്. ഇനി ആരുടെ പറമ്പിച്ചെന്ന് ഇങ്ങനെ ചോദിക്കാതെ കയറിയേക്കരുത് കേട്ടോ. ഓ ഇല്ല മേഡം, സോറി മേഡം, പ്ലീസ് കം. വെറുതെ കുട്ടുമനെങ്കിൽ അവിടെ പറമ്പിൽ പോയി കളിക്കണം പറഞ്ഞു. അവൻ കണ്ടോളാം എനിക്ക് ടി വി. ഞാനൊന്നും കണ്ടില്ല. നോക്ക, അവിടെ ഫുള്ളും കാലിയാ. പോണ കള്ള അവിടെ ടി വി നീ കണ്ടു കാണും. അല്ലെ പിന്നെ നിനക്ക് അവിടെ പോകണം വാശി എന്ത് വരുന്നത്? വാ, നമുക്കെല്ലാം പോയി നോക്കാം.
എന്തായാലും. വാ ശാരദ, നമുക്ക് അവിടെ പോയി നോക്കാം. അവരെന്തെങ്കിലും ഉടക്കാൻ കൊണ്ട് വെച്ചിട്ട് തന്നെ നമ്മുടെ തലയിരിക്കും. ശരിയാ, വാ. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അവര് ചിലപ്പോ വെറുതെ പറഞ്ഞായിരിക്കും. അങ്ങനെ വെറുതെ അവർ പറയാൻ സാധ്യതയില്ലല്ലോ മോളെ. എന്തെങ്കിലും കാണുമായിരിക്കും. നമുക്ക് ഇവിടെ മൊത്തം ഒന്ന് തപ്പി നോക്കിയാലോ. ആന്റി തപ്പേണ്ട ആവശ്യമൊന്നുമില്ല. ടി വി ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും. ടി വി ആണെങ്കിൽ നല്ല വലിയ സ്ക്രീൻ അല്ലേ. ചേച്ചി ഇവിടെ കളിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ പാവപ്പെട്ടി ഇരിക്കണ്ടായി. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാം. ഞാൻ വീട്ടിലെ കൊണ്ടുപോണ്ടായി. എനിക്ക് പൈസ കിട്ടും. ആ കഥ തന്നു കൊണ്ടുപോകും. പൈസ എവിടെ നിന്ന് കിട്ടാനാടാ ഇവിടുന്ന്? അതെ, ഞങ്ങൾ പൈസ കളി കളിക്കാൻ വേണ്ടിട്ടാ. സാറ്റി വിളിച്ചിട്ടേ പൈസ കൊടുക്കാൻ വേണ്ടിട്ടോ. അങ്ങനത്തെ കാര്യമാവൻ പറഞ്ഞു. എന്നാ നിങ്ങൾ ഇവിടുന്ന് കളിക്ക്, ഞങ്ങളെന്നാ പോട്ടെ. ഇവിടെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. മക്കളെ, നിങ്ങൾ കളിക്കുന്ന കൂട്ടത്തിൽ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോണേ, എന്തെങ്കിലും ഉണ്ടോന്ന് കേട്ടോ. നോക്കാമേ. ഇനി പൈസ വെച്ചൊന്നും കളിക്കണ്ട. എന്റെ കയ്യിലൊന്നും പൈസ ഇല്ല. നീ കുറച്ച് പൈസ എടുത്തിട്ട് വരാമെന്നായിരുന്നു. കളി ജയിക്കുന്നവർക്ക് പൈസ അമ്മനെ കൊടുക്കാറില്ലല്ലോ. ഞാൻ എടുക്കാൻ മറന്നുപോയി പൈസ. ഇന്ന് പൈസ ഒന്നും വെച്ച് കളിക്കണം, അല്ലാതെ കളിക്കാം നമുക്ക്. സാറ്റർഡേ മതിയല്ലോ. കുട്ടുമൻ എന്നാ ഞങ്ങളൊക്കെ വിളിക്കാൻ പോയി. ഞാൻ മോസ്റ്റാടാ. ഞാൻ വെടി വെക്കും. അയ്യോ, ഞങ്ങൾ വെടി വെക്കില്ലടാ. ഓടിക്കടി ഓടിക്കടി. 1 2 3 4 5 6 അല്ല 9 8 4 5 7 8 9. ഇതെന്താ സൈറ്റാണോ? ഹൈ ടിവി. ചേച്ചി ഇവിടെ ടിവി ഇല്ല. ടിവി ചേച്ചി 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 ഇങ്ങ് വാ, കാര്യം പറയാനുണ്ട്. ഇവിടെ ടിവി. ഇവിടെ താണ്ടടി ടിവി. എന്ത് അത്ഭുതം. ഇതാണ് അവര് പറഞ്ഞ ടിവി. എടി ടിവിക്കകത്ത് എന്താ സംഭവം നോക്കിക്കേ നിങ്ങൾ. എന്താ ഇത്? ആരുടെ കൈ കാലും നോക്കുന്നത്? ഇതാരാ ഇത്? കണ്ടിട്ടുണ്ടല്ലോ എവിടെയോ. ചേച്ചി ഇത് സൈറ്റായി ഫുള്ള് നശിക്കും. അതാണ് സാരഘട്ടത്. അതേടി, ഇത് സാരഘട്ടത്. അയ്യോ, സൗണ്ട് കേട്ടില്ല. പെട്ടെന്ന് വാടി, നമുക്ക് അമ്മയുടെ പോയി പറയാം. എവിടെ ടി വി കാണുന്നില്ലല്ലോ. ഈ പിള്ളേർ വെറുതെ പറഞ്ഞു പറ്റിച്ചതായിരിക്കും. എന്റെ ദൈവമേ, എങ്ങനെ ഇനി പറഞ്ഞു വിശ്വസിപ്പിക്കും നിങ്ങളോട്? സത്യം അമ്മ, ഞങ്ങളോട് കണ്ടതാ ടിവി. ഞങ്ങൾ 3 പേരും കണ്ടതാ. ആണോ അമ്മണി? നിങ്ങൾ കണ്ടോ ഇവിടെ? ഞങ്ങൾ എന്തിനാ ആന്റി കള്ളം പറഞ്ഞു വെറുതെ? സത്യം 2 ടിവി ഉണ്ടായിരുന്നു. ഒരു ടിവി ഒന്നുമല്ല, 2 ടിവി. 2 ടിവിക്കകത്ത് ഏതാണല്ലോ സൈറൻ ഹെഡ്. ഇത് ആദ്യം കണ്ടുപിടിച്ചത് കുട്ടുമോനാ. ഞങ്ങൾ സാറ്റ് കളിച്ചപ്പോൾ ഇവരോട് എണ്ണം പറഞ്ഞിട്ട് ഞങ്ങൾ ഓടിപ്പോയ സമയത്താ ഇവിടെ ഈ സൈറൻ ഹെഡിന്റെ ഈ ടിവി വന്നത്. അയ്യോ, കുട്ടുമോൻ ഒറ്റയ്ക്ക് ഇവിടെ നിന്നപ്പോഴാണ് ഈ സാരഘട്ടിന്റെ ടി വി ഇവിടെ വന്നത്. അവനെ പിടിക്കാൻ കാര്യമായല്ലോ. എനിക്ക് പേടില്ല. ഞാൻ മോസ്റ്ററാ. സൈറനെ കടിച്ച് സൈറനെ തിന്നുമാ. പിന്നെ നീ സൈറൻ ഹെഡിനെ കടിച്ചിട്ടാ പോയി. സൈറൻ ഹെഡ് നിന്നെ കടിച്ചിരുന്നേനെ. മക്കളെ, ഇനി ഇവിടെ നിൽക്കുന്ന അത്ര സേഫ്റ്റി അല്ല. ചേട്ടൻ വരട്ടെ, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കാം. പെട്ടെന്ന് പോവാം, നമുക്ക് അകത്ത് പോവാം. വാ വാ വാ, എല്ലാവരും പെട്ടെന്ന് വാ.